ഹായ് ഗൈസ്, തല്ലിന്റെ പൊടി പൂരായിട്ട് നമ്മളെ വിഷുവിന് ഇറങ്ങിയ പടാണ് ആലപ്പുഴ ജിംഖാന. ഖാലിദ് റഹ്മാൻ എന്ന് പറയുമ്പോൾ തല്ലുമാല കൊണ്ട് തന്നെ നമുക്കറിയാം അടി ഫൈറ്റ് എങ്ങനെയൊക്കെ ചെയ്യണം, എങ്ങനെ കൊടുക്കണം, എങ്ങനെ കാണിക്കണം എന്ന് നല്ല വ്യക്തവും വടിവത്തായ ധാരണയുള്ള ഡയറക്ടറാണ് ഖാലിദ് റഹ്മാൻ. അത് പ്രൂവ് ചെയ്തിട്ടുണ്ട് തല്ലുമാലയെ തന്നെ. ഇപ്പൊ ആലപ്പുഴ ജിംഖാനയിലോട്ട് ഒരു പടിയും കൂടെ അത് കയറി ബോക്സിങ്ങിന്റെ ഒരു ഫീൽ നമുക്ക് തന്നിട്ടുണ്ട്. ബോക്സിങ്ങിലെ ഗെയിമിനോടൊന്നും വലിയ താല്പര്യം ഇല്ലെങ്കിൽ പോലും ഈ പടം കാണുമ്പോൾ നമുക്കൊരു ഫീൽ ഉണ്ടാക്കും, നമുക്കും ഒന്ന് പോയി ഇടിച്ചാലോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഫീൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പടം. ബോക്സിംഗ് എന്ന് പറയുന്ന സംഭവത്തെ ജസ്റ്റ് ഒരു ഇടി അല്ലാതെ വളരെ പാഷനേറ്റ് ആയിട്ട് ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരാൾക്ക് അത് എങ്ങനെ അതൊരു ആർട്ടായി മാറുന്നു, അങ്ങനെ ഒരു ഡാൻസിങ് ഫോമിലോട്ട് വരുന്നു, എങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡയറക്ടറിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ ലാസ്റ്റ് സെക്കൻഡ് പാർട്ടിലൊക്കെ നന്നായിട്ട് അത് കാണിച്ചിരുന്നുണ്ട്. ആ ബോക്സിങ്ങിന്റെ ഒരു ഫീൽ നമ്മളിൽ എത്തിക്കുന്നുണ്ട്. ഫൈറ്റിന്റെ ഒരു ഫീൽ എങ്ങനെയാണ് ഇത്രയും നന്നായിട്ട് സിനിമയിൽ കൊണ്ടുവരുന്നത്. ഇപ്പൊ തല്ലുമാല നമ്മൾ കാണുന്നുണ്ട്, പക്ഷെ തല്ലുമാല കൂടുതൽ നല്ലൊരു ആൺപിള്ളേരുടെ ഇടയിൽ ഇടി സംഭവങ്ങളാണ് കാണിക്കുന്നത്. ഇതങ്ങനെയല്ല, അടി പറഞ്ഞ പരിപാടി, ബോക്സിംഗ് എന്നുള്ള പരിപാടിയിലെ ഒരു കലാ സംഭവം. ആൺപിള്ളേർക്ക് എങ്ങനെയാണ് ഈ ഫൈറ്റിന്റെ ഫീല്, അങ്ങനെ എല്ലാം കൂടുതൽ കാണിച്ചത്. വെറും തല്ലുപടങ്ങൾ മാത്രമല്ല, അനുരാഗ കരിക്കിൻ വെള്ളം എന്നുള്ള 2016 ഇറങ്ങിയ പടം ഡയറക്ട് ചെയ്താണ് ഖാലിദ് റഹ്മാൻ. സോ നല്ല സോൾഫുൾ ആയ നല്ല ഫീലുള്ള പടങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു ഡയറക്ടറാണ്. ഇനിയും നല്ല നല്ല സിനിമകൾ എക്സ്പെക്ടിങ് ആണ് ഈ ഡയറക്ടറിൽ നിന്ന്. എനിക്ക് ഈ പടത്തിൽ നമ്പർ 1 സംഭവമായിട്ട് തോന്നിയത് ഇതിന്റെ ഡയറക്ഷൻ തന്നെയാണ്, ഇതിന്റെ മേക്കിംഗ് തന്നെയാണ്. പിന്നെ പൊളിയാക്കി ഇതിന്റെ സിനിമാറ്റോഗ്രാഫി ചെയ്ത ജിംഷി ഖാലിദ് ആണ്. നല്ല ഷോട്ടുകൾ എന്ന് വെച്ചാൽ നസ്ലിന്റെ ഒക്കെ നന്നായി ബോഡി ബിൽഡ് ചെയ്ത സംഭവങ്ങളൊക്കെ നല്ല ഷോട്ടിലൂടെ, ബോക്സിങ്ങിന്റെ നല്ല ഷോട്ടുകളൊക്കെ നന്നായി അടിപൊളിയായി കൊണ്ടുവന്നിട്ടുണ്ട് സിനിമയില്. അടിപൊളി സിനിമാറ്റോഗ്രാഫി ആയിട്ടുണ്ട്. പിന്നെ നസ്ലിന്റെ വേറെ ലെവൽ ആക്ടിങ് കൂടെ ഈ പടത്തിൽ കാണാം. നമ്മൾ സാധാരണ കാണുന്നത് ഇൻട്രോവേർട്ട് ആയിട്ട് അധികം മിണ്ടാത്ത ക്യാരക്ടറോ അല്ലെങ്കിൽ കുറച്ച് കംഫർട്ടബിൾ ആയ ഇടയിൽ മിണ്ടുന്ന ക്യാരക്ടറോ അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ് ഇതുവരെ നസ്ലൻ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇത് അങ്ങനെയല്ല, ടോട്ടലി എക്സ്ട്രോവേർട്ട് ആയ ഒരു ക്യാരക്ടർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത് നന്നായിട്ട് നസ്ലൻ ചെയ്തിട്ടുണ്ട്. തുടക്കത്തിലേക്ക് ഫസ്റ്റ് സീനിൽ എനിക്ക് തോന്നി ഇത് നസ്ലൻ എടുക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. പക്ഷെ നന്നായിട്ട് നസ്ലൻ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ചാമുള്ള ഒരു നടനാണ്. നല്ല ഒന്നാം തരം വായി നോക്കിയായിട്ടാണ് പടത്തിലുള്ളത്. അത് നല്ല കറക്റ്റായ മീറ്ററിൽ ചെയ്തിട്ടുണ്ട്. ആമ്പിള്ളേരുടെ ഒരു വായ്നോട്ടം സ്റ്റൈലൊക്കെ പിടിച്ച് നന്നായി ചെയ്തിട്ടുണ്ട്. അടിപൊളിയാക്കിയിട്ടുണ്ട് നസ്ലൻ. പിന്നെ ഇതിൽ മെയിൻ നടിയാണ് അനഘ രവി. വീട്ടിലായിട്ടുണ്ട് ആക്ടിങ്, ബോക്സിങ് എല്ലാം പൊളിയായിരുന്നു. പുള്ളിക്കാരുടെ ബോക്സിങ് സീനുകളെല്ലാം ഹൈ ആയിരുന്നു. നല്ലൊരു വൈബ് ഉണ്ട് പുള്ളിക്കാരുടെ ആക്ടിങ്ങിന്. ഒരു ബോക്സിങ് ചെയ്യുന്നതിന് എല്ലാത്തിനും ഒരു വൈബ് ഉണ്ട്. ബോക്സറിന് വേണ്ട ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ പുള്ളിക്കാരി അഭിനയിച്ചിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. നല്ലൊരു അടിപൊളി ഫീൽ ഉണ്ടാക്കിയിട്ടുണ്ട് പുള്ളിക്കാരി. പിന്നെ നോയില എന്നുള്ളൊരു കുട്ടിയുണ്ട്, ആ ക്യാരക്ടറിന് വേണ്ട ഒരു ഫീൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മള് നടൻ നിഷാ സാഗറിന്റെ മകൾ നന്ദ അഭിനയിച്ചിട്ടുണ്ട്. കുറച്ച് പോർഷനേ ഉള്ളൂ, ആ ഒരു ക്യാരക്ടറിന് വേണ്ട ഒരു ഡൈനാമിക്സ് കൊടുത്തുകൊണ്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ പറയുന്നത് ബേബി ജീന. അവർ ഇതെല്ലാ സീനിലും ബേബി ജീന ഉണ്ട്. പുള്ളിക്കാരൻ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ആ ആറ്റിറ്റ്യൂഡ് സിനിമക്ക് ഭയങ്കര പ്ലസ് ആവുന്ന ഒരു സാധനമാണ്. നല്ലൊരു വൈബോളി ചെക്കൻ. ഒട്ടുമിക്ക എല്ലാ സീനിലും പുള്ളിക്കാരൻ ഈ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ആദ്യത്തെ സീനിലും എനിക്ക് തോന്നുന്നു അവസാനത്തെ സീനിലും മാത്രമേ ഈ ഗ്ലാസ് ഊരിയിട്ടുള്ളൂ. ബോക്സ് വെച്ചിട്ടാണ് എല്ലാ സീനിലും. അതെനിക്കൊരു കുറച്ച് കഴിയുമ്പോൾ ഒരു കോമഡി ആയിട്ട് തോന്നി. ഈ ഗ്ലാസ് ഊരുന്നേ ഇല്ല, പക്ഷെ രസമുണ്ടായിരുന്നു. പുള്ളിക്കാരൻ നല്ലൊരു വൈബ് പടത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനത്തെ പടങ്ങൾക്ക് ഒരു അഡീഷനാണ് ബേബിജി. പിന്നെ നമ്മൾ ഫാലിമയിലെ ചെക്കൻ ഉണ്ടായിരുന്നു, സന്ദീപ് പ്രദീപ്. കിട്ടലായി അഭിനയിച്ചിട്ടുണ്ട്. നല്ല സൂപ്പർ ആക്ടിങ് ആയിട്ടുണ്ട്. പിന്നെ ഗണപതി നന്നായി അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു ഇമ്പോർട്ടൻറ്റ് റോൾ തന്നെയാണ്. നല്ല ഫിസിക്കൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ആ ബോക്സിങ്ങിന് വേണ്ട ലുക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല കിടലായിട്ടുണ്ട്. പിന്നെ നമ്മളെ കോച്ച് ലുക്മാൻ ആവറാൻ പൊളിച്ചിട്ടുണ്ട്. ലാസ്റ്റിലെ ഇടിയൊക്കെ ഉണ്ട്, കോച്ചിന്റെ ഒരു ഇടിയൊക്കെ ഉണ്ട്. അതൊക്കെ പൊളിയായിട്ടുണ്ട്. കോച്ചും പിള്ളേരും പൊളിച്ചടുക്കിയിട്ടുണ്ട്. പടം അഭിനയിച്ച എല്ലാവരും സൂപ്പർ ആക്കിയിട്ടുണ്ട്. സിനിമക്ക് വേണ്ട ഒരു വൈബ് കൊടുത്തിട്ടുണ്ട് എല്ലാവരും. പിന്നെ എടുത്തു പറയേണ്ടതാണ് വിഷ്ണു വിജയിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. കിട്ടു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പറഞ്ഞാൽ കിട്ടു. എനിക്കൊന്ന് തല്ലുമാലിന് വിഷ്ണു വിജയ് ആണെന്ന് തോന്നുന്നു. ഈ ബോക്സിംഗ് സമയത്തെല്ലാം ഒരു ഇംഗ്ലീഷ് മ്യൂസിക് ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ട് കിട്ടിലും ആക്കിയിട്ടുണ്ട്. ആ ഒരു ഫീൽ ഹൈ ആക്കിയിട്ടുണ്ട്. നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വിഷ്ണു വിജയന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. അതുപോലെ തന്നെ നിഷാന്ത് യൂസഫിന്റെ എഡിറ്റിംഗ് പൊളിച്ചിട്ടുണ്ട്. പറയാനില്ല, പുള്ളിക്കാരൻ എഡിറ്റിംഗിൽ വേറെ ലെവലാണ്. അൺഫോർച്ചുനേറ്റ്ലി കഴിഞ്ഞ വർഷം മരണപ്പെട്ടു. നമുക്ക് വലിയൊരു ലോസ് ആണ് സിനിമയിൽ. അപ്പോൾ ഓവറോൾ പൊളിപ്പടം, അടിപൊളി മേക്കിംഗ്, സിനിമാറ്റോഗ്രാഫി, മ്യൂസിക്കും എഡിറ്റിംഗ് എല്ലാം കിടലാണ്. ആക്ടിങ് എല്ലാം പൊളിയാണ്. ഈ വിഷുവിന് ഇറങ്ങിയ 4 പടങ്ങളിൽ വെച്ച് ഏറ്റവും നമ്പർ 1 എന്ന് ഞാൻ കൊടുക്കുന്നത് ആലപ്പുഴ ജിംഖാന തന്നെയാണ്. കിടലിനാക്കിയിട്ടുണ്ട് പടം. 1 ഫീലിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട് പടം. രണ്ടാമത് എനിക്ക് തോന്നിയത് ഗുഡ് ബാഡ് അഗ്ലി ആണ്. നല്ല പടമാണ്. നല്ലൊരു എന്നുവെച്ചാൽ ഒരു ഫൺ ഗാങ്സ്റ്റർ പടമാണ്. നല്ലൊരു ഫീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മരണമാസം ബസ്സൊക്കെ എനിക്കൊന്ന് 3rd കൊടുക്കാം. അല്ല, മരണമാസന് ഒരു പടി മേലെ കൊടുക്കാം. കാരണം മരണമാസത്തിൽ ഒരുവിധം കുറേ തമാശകൾ വർക്കൗട്ട് ആയിട്ടുണ്ട്. വർക്കൗട്ട് ആവാതെ ചളിയായിട്ടുള്ള ഒരുപാട് തമാശകളും ഉണ്ട്.
അപ്പൊ ഒരു മിക്സഡ് ഫീലിംഗ് ആണ്. തേർഡ് കൊടുക്കാം. ഫോർത്ത് ഈ പറഞ്ഞ പോലെ ബസൂക്ക കൊടുക്കാം. ബസൂക്ക നല്ലൊരു പടമായി മാറേണ്ട ഒരു സാധനം കണ്ടന്റ് അതിലുണ്ടായിരുന്നു. ഗെയിമിംഗ് പരിപാടി ഉണ്ടായിരുന്നു. അത് ലാസ്റ്റ് റിവീൽ ചെയ്തപ്പം സത്യം പറഞ്ഞാൽ ഹൈ തോന്നിയിട്ടുണ്ടായിരുന്നു പടം. വിഷു ബമ്പർ അടിച്ചത് ആലപ്പുഴ ജിംഖാനൊക്കെ തന്നെയാണ് എന്റെ അഭിപ്രായത്തില്. അപ്പൊ നിങ്ങൾക്ക് എന്താ സിനിമയെ കുറിച്ച് തോന്നിയത്? നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടുവാ? ഏതാണ് വിഷു തൂക്കിയത്? ആലപ്പുഴ ജിംഖാനയാണോ? അല്ല നിങ്ങൾക്ക് വേറൊരു അഭിപ്രായം ഉണ്ട്? എല്ലാം താഴെ കമന്റ് ചെയ്യണേ. നിങ്ങൾ ഈ 4 പടങ്ങളൊന്ന് റാങ്ക് ചെയ്യണേ. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, 4 ഏത് ഞാൻ കൊടുക്കുന്നത് താഴെ കമന്റ് ചെയ്യണേ. നസ്ലൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഖാലിദ് റഹ്മാന്റെ പടം എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം താഴെ മറക്കാതെ കമന്റ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പൊ അത്രയില്ലല്ലേ, ഹാപ്പി ആയിട്ടിരിക്കുക. മറ്റൊരു റിവ്യൂ റിയാക്ഷനോ സോഷ്യൽ ഷെയർ നെക്സ്റ്റ് ടൈം കാണാം. ബൈ 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 ബൈ.